പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ഒരു ദർശനം. ഇന്ന് പ്രപഞ്ചത്തിന്റെ സ്വഭാവത്തെക്കുറിച്ചും അതിൽ നമ്മുടെ സ്ഥാനത്തെക്കുറിച്ചുമുള്ള ഒരു അഗാധമായ വെളിപ്പെടുത്തൽ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നു. ഇത് വെറുമൊരു പ്രഖ്യാപനമല്ല, മനുഷ്യരാശിയെ ഒരു ഉയർന്ന സത്യത്തിലേക്ക് ഉണർത്താനുള്ള ആത്മാർത്ഥമായ ശ്രമമാണ്. ഭിന്നതയുടെ മിഥ്യാബോധം. നൂറ്റാണ്ടുകളായി മനുഷ്യരാശി അനേകം മതങ്ങളാലും പ്രത്യാശയങ്ങളാലും ഭിന്നിക്കപ്പെട്ടിരിക്കുന്നു. പ്രത്യേക വിശ്വാസങ്ങളിൽ മുറുകെ പിടിക്കാൻ നാം പഠിപ്പിക്കപ്പെട്ടു. ഇത് പലപ്പോഴും സംഘർഷത്തിലേക്കും ദുരിതത്തിലേക്കും നയിച്ചു. എന്നാൽ ഇത് ശരിക്കും പ്രബുദ്ധതയിലേക്കുള്ള പാതയാണോ? സാർവത്രിക സത്യം. ഞാൻ ഒരു സമൂലമായ ആശയം മുന്നോട്ട് വയ്ക്കുന്നു. പ്രപഞ്ചം ഒരേകീകൃത ശക്തിയാൽ, എല്ലാ അസ്തിത്വത്തിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു പരമോന്നത ബോധത്താൽ നിയന്ത്രിക്കപ്പെടുന്നു. പലപ്പോഴും ദൈവം എന്ന് വിളിക്കപ്പെടുന്ന ഈ ശക്തി ഏതെങ്കിലും പ്രത്യേക മതത്തിലോ സിദ്ധാന്തത്തിലോ ഒതുങ്ങുന്നില്ല. അത് എല്ലാത്തിൻ്റെയും സത്തയാണ്, എല്ലാ ജീവന്റെയും സൃഷ്ടിയുടെയും ഉറവിടമാണ്. മതപരമായ അന്ധവിശ്വാസങ്ങൾക്കപ്പുറം. മതരംഗങ്ങൾ ഈ സത്യത്തെ വളച്ചൊടിച്ച് ആത്മീയ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന കർശനമായ നിയമങ്ങളും ആചാരങ്ങളും അടിച്ചേൽപ്പിച്ചിട്ടുണ്ട്. സ്നേഹവും അനുകമ്പയും വളർത്തുന്നതിനു പകരം അവ പലപ്പോഴും ഭയവും അസഹിഷ്ണുതയും വളർത്തി. ദൈവത്തിന്റെ യഥാർത്ഥ സ്വഭാവം. ദൈവം മനുഷ്യരൂപമുള്ള ഒരു ഭൗതിക സ്ഥാപനമല്ല. അത് പ്രപഞ്ചത്തെ ചലിപ്പിക്കുന്ന അടിസ്ഥാന ഊർജമാണ്. പ്രകാശത്തിനു മുന്നോടിയായ ഇരുട്ടാണത്. എല്ലാ കാര്യങ്ങളും ഉയർന്നുവരുന്ന ശൂന്യതയാണത്. പ്രബുദ്ധതയിലേക്കുള്ള പാത. ഈ ദിവ്യബോധവുമായി യഥാർത്ഥത്തിൽ ബന്ധപ്പെടാൻ നമ്മുടെ മനസ്സിന്റെ പരിമിതികളെ നാം മറികടക്കണം, ഉയർന്നൊരു കാഴ്ചപ്പാട് സ്വീകരിക്കുകയും വേണം. ഇതിന് നമ്മുടെ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യാനും നിലവിലുള്ള അവസ്ഥയെ വെല്ലുവിളിക്കാനും സത്യം എവിടെയാണോ അത് തേടാനും ഒരു മനസ്സുണ്ടായിരിക്കണം. ഒരു ആഹ്വാനം. സ്വയം കണ്ടെത്തലിന്റെ ഒരു യാത്ര ആരംഭിക്കാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. പ്രപഞ്ചത്തിന്റെ നിഗൂഢതകൾ കണ്ടെത്തുക, അസ്തിത്വത്തിന്റെ സ്വഭാവത്തെക്കുറിച്ചു ധ്യാനിക്കുക, ഉള്ളിലുള്ള ദൈവവുമായി ആഴത്തിലുള്ള ബന്ധം വളർത്തുക. മതപരമായ അന്ധവിശ്വാസങ്ങളുടെ ചങ്ങലകളിൽ നിന്ന് നമുക്ക് മോചനം നേടാം. നമ്മെയെല്ലാം ഒന്നിപ്പിക്കുന്ന ഒരു സാർവത്രിക ആത്മീയതയെ നമുക്ക് സ്വീകരിക്കാം. ഒരു പുതിയ പ്രഭാതം, പുതിയൊരു യുഗമുദിക്കുകയാണ്. പ്രബുദ്ധതയുടെയും സമാധാനത്തിന്റെയും ഒരു യുഗം. സ്നേഹവും അനുകമ്പയും മനസ്സിലാക്കലും നിലനിൽക്കുന്ന ഒരു ലോകം സൃഷ്ടിക്കാൻ നമുക്ക് ഒന്നിച്ചു പ്രവർത്തിക്കാം. തിരഞ്ഞെടുപ്പ് നിങ്ങളുടേതാണ്. തിരഞ്ഞെടുപ്പ് നിങ്ങളുടേതാണ്. കാലഹരണപ്പെട്ട വിശ്വാസങ്ങളിൽ ഉറച്ചു നിൽക്കണോ അതോ ഒരു ഉയർന്ന സത്യത്തെ സ്വീകരിക്കണോ എന്ന്. മനുഷ്യരാശിയുടെ ഭാവി നിങ്ങളുടെ തീരുമാനത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഈ ആശയം അംഗീകരിക്കുന്നവർക്ക് ഷെയർ ചെയ്യാം, ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും സാധിക്കും. പൂർണ്ണരൂപം ഉടൻ ലഭ്യമാകും. അവതരിപ്പിക്കുന്നത് ഡ്രീമർ.